Hello everyone, welcome back to my YouTube channel. I'm Manisha and today I'm gonna show you what I actually carry in my gym bag. So ഇതാണ് എൻ്റെ gym bag. ക്യൂട്ട് അല്ലേ? നല്ലൊരു പുക്കി വൈബാണ്, നല്ല ഗേളിഷ് വൈബാണ്, നല്ല പിങ്ക് ബാഗാണ്. എൻ്റെ ന്യൂ ബാഗാണ്, ജിം ബാഗാണ്. സോ ഞാൻ ഇത് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ്. ഇതെൻ്റെ അഡിഡാസിൻ്റെ ബാഗാണ്. ഞാനിത് റീസെൻ്റായിട്ട് മേടിച്ചതാണ്. എനിക്കൊന്ന് 3 വീക്സ് ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഇത് ഞാൻ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ കണ്ട് എനിക്കിഷ്ടമായി, പക്ഷേ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതല്ല. ഞാൻ അവിടെ നിന്ന് വാങ്ങിയതല്ല. ഞാൻ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു 3 സംതിങ് ആയിരുന്നു ബാഗിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഭയങ്കര ടു സ്മോൾ ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇത് 1 സൈസാണ് ഈ ഒരു ബാഗ്. വേറെ സൈസസ് ഒന്നും അവൈലബിൾ അല്ല. കാരണം എൻ്റെ നേരത്തെ നിങ്ങൾ ഷോർട്സിലൊന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ജിം ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ബ്ലാക്ക് ഒരു അഡിഡാസിൻ്റെ ബാഗായിരുന്നു. അത് ഭയങ്കര വലിയ സൈസായിരുന്നു. അതാണെങ്കിൽ ഞാൻ എവിടെ ട്രാവൽ ചെയ്താലും ആ ബാഗ് ഞാൻ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ആകെ മെസ്സായിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു വേറൊരു ബാഗ് മേടിക്കണം എന്ന് പറയുന്ന ഇടയിലാണ് ഇവൻ എൻ്റെ കണ്ണിൽ പെട്ടത്. പക്ഷെ ഭയങ്കര അത് വലിയ ബാഗ് യൂസ് ചെയ്തിട്ട് ഇത് ഭയങ്കര ചെറിയ ബാഗ് കണ്ടപ്പോഴത്തേക്കും ഇതിനകത്തെല്ലാം എനിക്ക് എൻ്റെ ജിമ്മിലെ സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കൊള്ളുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് വാങ്ങിയില്ല. കാരണം ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ല 3 സംതിങ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഓൺലൈൻ വാങ്ങി. അതും എനിക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഡിസ്കൗണ്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ ജിം ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗൈസ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ വാങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണാം. ഈ ഫോൺ പറഞ്ഞപ്പോഴേ ആലോചിച്ച് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫോൺ കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. യെസ്, ഇതാണ് എൻ്റെ ന്യൂ ഫോൺ കേസ്. കൊള്ളാമല്ലേ? നല്ല ഫുൾ ഓറഞ്ച് വൈബാണ്. ജിമ്മിൽ പോവുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ജിമ്മിൽ പോകുന്നവർ മസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ടതാണ് ജിം ടവൽ. ഇത് മൈക്രോ ഫൈബർ ആണ് കേട്ടോ ജിം ടവൽ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് സ്വെറ്റ് ആണെങ്കിലും പെട്ടെന്ന് ഇത് ഡ്രൈ ആവുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ മൈക്രോ ഫൈബർ. എനിക്കൊന്ന് ഇത് ഞാൻ ഡെക്കാത്തലോണിൽ വാങ്ങിയതാണ് തോന്നുന്നതല്ല. യെസ്, ഞാൻ ഡെക്കാത്തലോണിൽ വാങ്ങിയതാണ്. ഇത് സ്മോൾ സൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ജിമ്മിൽ പോകുമ്പോൾ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെക്കൻഡ് വൺ, വാട്ടർ. വെള്ളമില്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കുടിപ്പിക്കുന്ന ട്രെയിനറാണെങ്കിൽ ഉറപ്പായിട്ട് വെള്ളം കുടിക്കും. എൻ്റെ ട്രെയിനർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് എനിക്ക് ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴും എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഞാൻ വെള്ളം ഏറ്റവും കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ജിമ്മിൽ നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാറുള്ളത്. സോ ഇതാണ് എൻ്റെ ജിം വാട്ടർ ബോട്ടിൽ. നല്ല ക്യൂട്ട് കളറല്ലേ? നെക്സ്റ്റ് വൺ എൻ്റെ ഗ്ലവ് ആണ്. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ആയി വാങ്ങിയിട്ട്. ഞാൻ അത്യാവശ്യം യൂസ് ചെയ്ത് കണ്ട് ആകെ മെസ്സായിരിക്കുകയാണ്. ഞാനിത് എവിടെ നിന്നാണ്, എനിക്കൊന്ന് ഓൺലൈനാണോ ഫാഷൻ സ്റ്റോറാണോ ഡെക്കാത്തലോണാണോ, ഇതിനകത്ത് മൂന്നിൽ ഏതിലും ഒന്നാണ്. ഓൺലൈൻ ആവാൻ ചാൻസ് കുറവാണ്. ഫാഷൻ സ്റ്റോർ അല്ലെങ്കിൽ ഡെക്കാത്തലോൺ, ഇതിനകത്ത് ഏതോ ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം ഞാൻ അത്യാവശ്യം ഹെവി വെയിറ്റ് എടുക്കാറുണ്ട്, ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. സോ എനിക്കിത് ഭയങ്കര അത്യാവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ പീലായി ഭയങ്കര റഫാവാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ എനിക്കിതില്ലാണ്ട് പറ്റില്ല. ഗ്ലൗ ഇല്ലാതെ പരിപാടി നടക്കത്തില്ല. കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നേ, അതാണ്. സോ അതാണ് നെക്സ്റ്റ് വൺ. പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. എനിക്കതിനോട് ഭയങ്കര മൈഗ്രെയിൻ ഉണ്ട്. എനിക്ക് ഭയങ്കര മൈഗ്രെയിനാണ് കുറച്ച് ദിവസമായിട്ട്. എനിക്ക് 2 വീക്സായിട്ട് ഞാൻ പ്രോപ്പർ ഡയറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാപ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു. എനിക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. ട്രെയിനർ പറഞ്ഞു ഇനി കുറച്ച് ദിവസം ഈ കാർബ് കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് 2 വീക്സോളം ഇങ്ങനെ കാണും, പിന്നെ ബോഡി അങ്ങ് സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. ലിപ്സ്റ്റിക്ക് ആയിരിക്കുന്നു. ഇത് ഞാൻ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ കുടിക്കുന്നത്, വിതൗട്ട് ഷുഗർ. എനിക്ക് ഷുഗർ കട്ട് അത്രയും പ്രശ്നമില്ല, പക്ഷേ എനിക്ക് കാർബ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക്. ഓക്കെ,
അപ്പോൾ അതവിടെ കേട്ടോ, നമുക്ക് അടുത്ത് കാണിച്ചു തരാം. ഇതെൻ്റെ ജിം ഷൂ ആണ്. ഇത് ഞാൻ ഒരു സ്റ്റോറേജ് ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ജിമ്മിൽ പോകുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ പുറത്തിടുന്ന ഷൂസൊന്നും നമുക്ക് ജിമ്മിൽ അലൗഡ് അല്ല. സോ ഈ ഒരു വൈറ്റ് ഷൂ ആണ് എൻ്റെ. ഈ ഷൂ ഞാൻ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചതാണ്. കാരണം എനിക്ക് ഈ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള അതിന് പറ്റിയിട്ടുള്ള ഷൂ വേണമെന്ന് നിർബന്ധമായിരുന്നു. ഇത് ആക്ച്വലി ട്രെയിനിങ്ങിന് മാത്രം ഇടുന്ന ഷൂ ആണ്. നമുക്ക് കാർഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഷൂ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു ഷൂ ആണ്. ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണെങ്കിലും ഇടുമ്പോൾ അത്രയും സുഖമുള്ള ഷൂ ഒന്നും അല്ല കേട്ടോ. കാരണം നമുക്ക് ഈ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ എന്താ പറയുക, ഇതിനെന്തോ പറയായിരുന്നല്ലോ, മറന്നുപോയി. ഓക്കെ, ഇതുണ്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ നിൽക്കുകയാണ് സോൾ അല്ലേ? യെസ്, ഈ സോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ, സോൾ എന്നല്ലേ പറയാം, ആകെ കൺഫ്യൂഷൻ ആയിപ്പോയല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ ദേ, അപ്പോൾ ഈ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പ്രോപ്പർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇൻബാലൻസ് ആവത്തില്ല. അതേപോലെ ഇൻബാലൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പലയിടത്തും സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഇതിനു മുമ്പ് ജിമ്മിൽ ഞാൻ വേറെ കാഷ്വലായിട്ടുള്ള ഷൂ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ പോസ്റ്ററൊക്കെ തെറ്റും. അപ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്വെല്ലിംഗ് ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു ഷൂ ആയിരുന്നു. പക്ഷേ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ അല്ല. പക്ഷേ വെയിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുള്ള, അങ്ങനെ നോക്കുമ്പോൾ ഒരു അടിപൊളി ഷൂ ആണ്. പക്ഷേ കാർഡിയോയ്ക്ക് ഒട്ടും പറ്റത്തില്ല. പ്രത്യേകിച്ച് ട്രെഡ്മിലൊക്കെ ആണെങ്കിൽ ഇതിട്ടുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. സോ യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ സോക്സ്. ഇത് അവിടെ ചെന്നിട്ട് ഈ ഷൂവും സോക്സും കൂടെ ഒന്നിച്ച് അവിടെ ചെന്നിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യാറുള്ളൂ. സോ യെസ്, നെക്സ്റ്റ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ്സിലുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റ്സ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, കാണിക്കാം. ഈ ഒരു ഫുള്ളായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിലും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളിലുള്ളത്. ദെൻ ഇനിയുള്ളത് ഒരു സൈഡ്, ഇവിടെ ഒരു ലൈക്ക് വാട്ടർ ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും വെക്കാറില്ല. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ അതിലെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ലിപ്സ്റ്റിക്, തുമ്മൽ വരുന്നു. ഓക്കെ, ഇതിൽ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ്. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് മാക്കിൻ്റെ ഫാഷൻ സ്വീറ്റി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഇത് പൗഡർ കിസ് ലിക്വിഡ് ലിപ് ലൈനറാണ്. സോ ലാസ്റ്റിംഗ് ഇല്ല. പക്ഷേ ലിപ്സിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലിപ് ബാം ഇട്ട ഫീലാണ്. ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ ലിപ്സ് നിൽക്കും. ഒട്ടും ഡ്രൈ ആക്കില്ല കേട്ടോ. അങ്ങനെ വെച്ചോക്കുമ്പോൾ സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. ഇടയ്ക്കൂടെ റീഅപ്ലൈ ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ. പെർഫ്യൂം, ഇത് ജാഗ്വറിൻ്റെ പെർഫ്യൂമാണ്. ഞാനിങ്ങനെ പെർഫ്യൂം മാറിക്കൊണ്ടിരിക്കും. അതായത് എനിക്ക് ഇന്നത്തെ ദിവസം എന്ത് പെർഫ്യൂമാണ് അടിക്കാൻ തോന്നുന്നത്, ഞാൻ ആ ഏത് പെർഫ്യൂമാണ് ജിം വെയറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും ക്യാരി ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ജാഗ്വറിൻ്റെ ആയിരുന്നു. എനിക്ക് ജാഗ്വറിൻ്റെ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നോസ്റ്റയാണ്. എൻ്റെ പപ്പയാണെങ്കിൽ ഖത്തറിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സ്ഥിരം, ലൈക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്നൊരു പെർഫ്യൂമായിരുന്നു ജാഗ്വർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിതാണെങ്കിൽ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ പപ്പ എനിക്ക് വാങ്ങിത്തന്ന ആ ഒരു ഓർമ്മയായിരുന്നു എനിക്ക് ഈ ഒരു പെർഫ്യൂം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാണ്. പ്രത്യേകിച്ച് നൊസ്റ്റയും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മിൽ കൊണ്ടുവന്ന പെർഫ്യൂം ജാഗ്വറിൻ്റെ പെർഫ്യൂമാണ്. അപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ പറയും പ്ലീസ് നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വർക്കൗട്ട് ചെയ്യും, എല്ലാവരും സ്വെറ്റ് ചെയ്യും, എല്ലാവർക്കും സ്മെല്ലുണ്ടാവും. സോ എനിക്കറിയാം, ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എനിക്കറിയാം പലരും ഇതേപോലെ, അവരുടെ തെറ്റല്ല, ബട്ട് ദെൻ സ്വെറ്റൊക്കെ ആവുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം പെർഫ്യൂം യൂസ് ചെയ്യുക. അതന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, ജിമ്മിൽ പോകുന്നവർ എന്നല്ല ഞാൻ പറയാം,
സ്വെറ്റ് ആവുന്നവർ മാക്സിമം എപ്പോഴും കയ്യിലൊരു പെർഫ്യൂം ക്യാരി ചെയ്യുക. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സ്വെറ്റിൻ്റെ മണം കിട്ടിയില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് അടുത്ത് വരുന്നവർക്ക് ഒക്കെ നന്നായിട്ട് ആ മണം കിട്ടും. സോ എപ്പോഴും നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്മെൽ ഗുഡ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായിരിക്കും നല്ലത്. യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കാണ് നേരത്തെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പോക്കറ്റ് ടിഷ്യൂ. ഈ പോക്കറ്റ് ടിഷ്യൂ എന്തിനാണ് ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പോക്കറ്റ് ടിഷ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അതെൻ്റെ എല്ലാ ബാഗ്സിലും ഒരു പോക്കറ്റ് ടിഷ്യൂ കാണും. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഫ്രണ്ടിലാണ്. ഈ ഒരു ഫ്രണ്ടിലാണ് ഒരു കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് എൻ്റെ ഹെയർ ടൈ എൻ്റെ മുടി ഷോർട്ടായതുകൊണ്ട് എനിക്ക് ഹെയർ ടൈ ആവശ്യം വരും. പക്ഷെ ഞാൻ അങ്ങനെ ഹെയർ ടൈ ജിമ്മിൽ യൂസ് ചെയ്യാറില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഹെയർ ടൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഹെയർ ടൈ ഉണ്ട്, കോമ്പുണ്ട്. ഈ കോമ്പ് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എത്ര നാളായെന്ന് അറിയൂ. പക്ഷെ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോമ്പാണ് കേട്ടോ. യെസ്. സോ കോമ്പുണ്ട്. എയർപോഡ്സ്. ഈ എയർപോഡ്സ് മേടിച്ചിട്ട് എത്ര നാളായെന്നറിയോ. ഇത് ഞാൻ സെക്കൻഡ് കോവിഡ് ടൈമിൽ ഞാൻ മേടിച്ചതാണ്. ഇത് പ്രോയാണ് കേട്ടോ. സോ ഇതും അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ജിമ്മിൽ പോയിട്ട് ഇന്ന് അവർ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മിക്കപ്പോഴും കാർഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന്. ഞാൻ കൊണ്ടുപോകാത്ത ദിവസമൊന്നും എൻ്റെ കൂടെ സംസാരിക്കാൻ ആരും കാണത്തില്ല. ഞാൻ കൊണ്ടുപോകുന്ന ദിവസം ഞാൻ കാർഡിയോ ചെയ്യുമ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. സോ എൻ്റെ കാർഡിയോ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് സത്യം പറയുന്ന ആരെയും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. എപ്പോഴാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ യെസ്, ഇതൊക്കെയാണ് ഞാൻ ജിമ്മിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.